സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. അത് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഒരു ഡോള്, 2 സ്റ്റിക്കേഴ്സ്, സ്മോൾ ഗോട്ടി, പസിൽ, ബട്ടർഫ്ലൈ. അപ്പൊ ഇത് കളറാണ്. അപ്പൊ ഇതില് കുറെ കളേഴ്സ് ഉണ്ട്, 60 കളറാണ്. അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ. അപ്പൊ നമുക്ക് ഇവിടെ വെക്കാം. ഈ ബുക്ക് ഡ്രോയിങ് ബുക്ക് സ്മോൾ. ഈ ലാമ്പ് കാണാൻ അടിപൊളിയല്ലേ? ഈ പെയിന്റ് നമുക്ക് ഡ്രോ ചെയ്യാൻ നല്ല രസമാണ്. ഇത് കളറിംഗ് ബുക്കാണ്. നമുക്ക് ഇവിടുത്തെ ഇങ്ങനത്തെ മൊത്തം നല്ല നല്ല ക്യൂട്ട് ആയിരിക്കും. ഇതൊരു ഗ്ലിറ്റർ പേപ്പർ ആണ്. ഇതിൽ 6 പീസ് ഉണ്ട്. ഇതും കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കാം. ഇത് നമ്മള് ഗിഫ്റ്റ് ബോക്സ് ആണ്. ഇത് ഓപ്പൺ ചെയ്ത് ഇതിൽ എന്ത് വേണമെങ്കിലും ഇട്ടാക്കാം, അല്ലെങ്കിൽ ഇതിന്റെ പുറത്ത് ഡിസൈനും ആക്കാം. ഇതൊരു ക്രാഫ്റ്റിന്റെ പേപ്പറാണ്. ഇതൊരു സ്മോൾ തിന്ന് പേപ്പറാണ്. ഇതും കൊണ്ട് നമുക്ക് എന്ത് വേണം വരച്ചിട്ട് അതിന്റെ മേലെ കോപ്പി ചെയ്യാം. ഇത് കുറേ കളേഴ്സുണ്ട്, ഓറഞ്ച് ഒക്കെ. അപ്പൊ ഇത് നമ്മളുടെ ബുക്കാണ്, സ്മോൾ ബുക്കാണ്. അപ്പൊ എനിക്ക് ഇതൊക്കെ നല്ല ഇഷ്ടമായി. ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോ കിട്ടിയതാണ്. ഇതൊരു കളർ പേപ്പറാണ്. ഇതിൽ നമുക്ക് ചിത്രം വരയ്ക്കാം, അതുകൊണ്ട് എന്തും ഉണ്ടാക്കാം. ഇതിമത്തെ സർക്കിൾസ് ആണ് അവിടെ വെച്ചിട്ട് ആ സർക്കിൾസ് ആണ് ഷേപ്സ് അതിമ വരയ്ക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ഷേപ്പ് കിട്ടും. എന്നും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നീറ്റായിട്ട് എവിടെങ്കിലും ഒട്ടിക്കാം. ഇതൊരു ക്ലേ ആണ്. ഈ ക്ലേ കൊണ്ട് നമുക്ക് പല പല ഷേപ്സ് ഉണ്ടാക്കാം. ഇത് മറ്റൊന്നാണ്, മൾട്ടി കളറാണ്. എല്ലാവർക്കും കളിക്കട്ട് കൊണ്ട്. അപ്പൊ ഇത് നമ്മളുടെ ഡ്രോയിങ് ബുക്കാണ്. നമുക്കതൊന്ന് തുറന്നു നോക്കാം. ഇവിടുത്തെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഡ്രോ ഉള്ളത് നമുക്ക് ഇവിടെ വരയ്ക്കാം. അത് സോ സിമ്പിൾ ആണ്. അപ്പൊ ഇത് അറബിക് ലെറ്റേഴ്സ് ആൻഡ് നമ്പർ. ഇതിൽ കുറെ പഠിക്കാനും ഉണ്ട്. സ്റ്റിക്കി നോട്ടാണ്. ഇതിൽ നമുക്ക് ഡ്രോ ചെയ്തിട്ട് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇതൊരു മെർമെയ്ഡിന്റെ എറേസറാണ്. ഇത് എന്നും നമുക്ക് യൂസ് ചെയ്യാൻ അറിയാം. ഈ വെക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് എറേസർ സ്കൂളിലേക്ക് എന്നും യൂസ് ചെയ്യാം. ഇതൊരു ഗ്ലിറ്ററിന്റെ ഗ്ലൂ ആണ്. ഇത് മറ്റൊന്നാണ്. നമുക്ക് ഒട്ടിക്കണം, ഗ്ലിറ്റർ ആയിട്ട് ഒട്ടിക്കണമെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആണ്. ഇത് നല്ല ക്ലേ ആണ്, നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് ഇതുകൊണ്ട് കുറെ സാധനങ്ങളുണ്ട്. ഇതിൽ പർപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു നോട്ടാണ്, ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം, പിന്നെ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇതൊരു ബാസ്ക്കറ്റ് ആണ്. ഈ ബാസ്ക്കറ്റിൽ എന്ത് വേണമെങ്കിലും ഇടാം, പക്ഷെ കുഞ്ഞതിട്ടാൽ താഴ്ന്ന് പോവും. ഇതൊരു ഗ്ലിറ്റർ ആണ്. ഇത് മറ്റെന്താണ്, നമ്മള് എന്താണ് സൂചി കൊണ്ട് കോർത്ത് കഴിഞ്ഞാൽ ഇത് കൈമിടാൻ പറ്റും. ഇതൊരു സീറ്റാണ്. ഇത് കുറേ കളറുണ്ട്. ഇതൊരു ഗ്ലൂ ആണ്, നമുക്ക് യൂസ്ഫുൾ ആണ്. എന്താ പറയാ, ഇത് നമുക്ക് സ്കൂളിലേക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോ നമുക്ക് എപ്പോഴും കൊണ്ടുപോകാൻ ചിലപ്പോ. ഇതൊരു ഐസ്ക്രീം സ്റ്റിക്ക് എന്ത് വെച്ചിട്ട് ആർട്ട് ചെയ്യാം, കുറെ സാധനങ്ങൾ ഉണ്ടാക്കാം. ഇത് 4 റിബൺ ആണ്. ഈ റിബൺ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതൊരു ഐസ്ക്രീം സ്റ്റിക്ക് ആണ്. ഇതിൽ നമ്മൾ ഹാർട്ടിന്റെ പോലത്തുള്ള ഉണ്ടാവും. ഇത് നമ്മൾ ഒട്ടിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആവും. ഇതും കുറച്ച് ഡ്രോയിങ് ബുക്കും കളറിംഗ് ബുക്സ് ആണ്. ഇതൊരു റിബൺ ആണ്. ഇത് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു ഊണോ കാർഡാണ്. ഇത് നല്ല കളിക്കാൻ യൂസ്ഫുൾ ആണ്. പെയിന്റ് കളറാണ്. ഇത് പേപ്പറിനൊക്കെ ചെയ്യാം. ഇതൊരു ഡബർ ബാൻഡ് ആണ്. നമുക്ക് നമ്മുടെ പേപ്പറൊക്കെ ഇങ്ങനെ ചുറ്റിട്ട് ഇങ്ങനെ വെക്കാൻ നല്ല യൂസ്ഫുൾ ആണ്. ഇതൊരു പെൻസിലാണ്. ഇത് ഹൈലൈറ്റ് ചെയ്യാനും നല്ല ഡ്രോ ചെയ്യാനും പറ്റുന്ന ഒരു പെൻസിലാണ്. ഇത് സ്കെച്ച് കളറിലുള്ള ഷേപ്പ് സ്കെച്ചാണ്. ഈ സ്കെച്ചിൽ ഡ്രോയിങ് ചെയ്യുകയാണെങ്കിൽ ഹാർട്ടും സർക്കിളും കുറച്ച് ഷേപ്സിന്റെ കാണും. ഇതൊരു ടാപ്പാണ്.
എന്തെങ്കിലും ഒരു സാധനം പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ് ആക്കാൻ നല്ല യൂസ്ഫുൾ ആയി. അപ്പൊ ഇത്രേ ഉള്ളൂ.